പണക്കാരനായിട്ടുള്ള നീരജിന്റെ വീട്ടിലേക്ക് വേലക്കാരിയായിട്ട് പോവുകയാണ് നമ്മുടെ ജോയ്. പക്ഷെ അവളെ അവിടെ കാത്തിരിക്കുന്നത് ഒരു പ്രേതമാണ്. 2020 പുറത്തിറങ്ങിയിട്ടുള്ള ദ മെയ്ഡ് എന്ന് പറയുന്ന ഒരു കിടിലൻ തായ് സൂപ്പർ നാച്ചുറൽ സ്ലാഷർ ഫിലിമാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു കൊരങ്ങൻ ബൊമ്മയാണ്. തൊട്ടടുത്തായിട്ട് നിഡ് എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടിയുണ്ട്. അവിടുത്തെ വേലക്കാരി ഇപ്പൊ നിഡിനെ ഉറക്കിക്കെടുത്തതിന് ശേഷം ആ ഒരു ബൊമ്മയും അവിടെ വെച്ച് തിരിഞ്ഞു പോകുമ്പോൾ അതിന് ജീവൻ വയ്ക്കുന്നതായിട്ട് പുള്ളിക്കാരിക്ക് തോന്നുന്നു. വേലക്കാരിയാകട്ടെ ഇതെല്ലാം തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് പറയുകയാണ്. ഈ വേലക്കാരിക്ക് പിന്നീട് അങ്ങോട്ട് ആ വീട്ടില് എപ്പോഴും ഈ ഒരു കൊരങ്ങൻ ബൊമ്മയ്ക്ക് ജീവൻ വെക്കുന്നതും പലതരത്തിലുള്ള രൂപങ്ങൾ തന്നെ പിന്തുടരുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ നിവൃത്തിയില്ലാതെ ഈ ഒരു വേലക്കാരി അവിടുത്തെ ജോലി എന്നേക്കുമായിട്ട് വേണ്ട എന്ന് വെക്കുകയാണ്. ഒരു ദിവസം ഈ ഒരു കൊരങ്ങൻ ബൊമ്മയെ വീടിന്റെ ഹാളിലായിട്ട് പുള്ളിക്കാരി കണ്ടു. പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു കരച്ചില്. നോക്കുമ്പോൾ സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്ന് ഈ ഒരു കൊരങ്ങൻ അവൾക്ക് നേരെ ചാടി വീഴാണ്. ഈ ഒരു സംഭവത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ ഈ വേലക്കാരി വീട്ടിൽ നിന്നും പോകാനായിട്ട് തീരുമാനിക്കുന്നത്. യജമാനത്തിയായിട്ടുള്ള ഉമ്മയോടും ഭർത്താവായിട്ടുള്ള നീരജിനോടും കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. പക്ഷെ യജമാനത്തിയായിട്ടുള്ള ഉമ്മയ്ക്ക് യാതൊരു കൂസലുമില്ലായിരുന്നു. ഉയർന്ന ശമ്പളത്തിൽ മറ്റൊരു ജോലിക്കാരിയെ നോക്കാനായിട്ടാണ് അവിടുത്തെ കാർ ഡ്രൈവറോട് ഈ ഉമ്മ എന്ന് പറയുന്ന യജമാനത്തി പറയുന്നത്. അന്ന് രാത്രി നിഡിനെ കിടത്തിയുറക്കുന്നത് അവളുടെ അമ്മയായിട്ടുള്ള ഉമ്മ തന്നെയാണ്. ആ ഒരു കൊരങ്ങൻ ബൊമ്മയും അവിടെ വെച്ചതിന് ശേഷം പുള്ളിക്കാരി തിരിഞ്ഞു നടക്കുമ്പോഴാണ് പുറകില് ഈ ഒരു കൊരങ്ങനെ ജീവൻ വെക്കുന്നത് പോലെ നമ്മുടെ ഉമ്മയ്ക്ക് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ അവള് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണാനുമില്ല. ഉമ്മ അങ്ങനെ അവിടെ നിന്നും പോയതിനു ശേഷം ഈ നിഡ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് ഒരു പ്രേതം വരുന്നത് കാണിക്കുന്നുണ്ട്. നിഡ് ആകട്ടെ എന്തോ ശബ്ദം കേട്ട് ഇപ്പൊ ഞെട്ടി എണീക്കുന്നുണ്ട്. അവളങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പൊ നടക്കുമ്പോൾ ഒരു ഡോറിന് പുറകിലായിട്ട് ഒരു കറുത്ത രൂപം നിഡിന് നേരെ വരികയാണ്. അതോട് കൂടിയിട്ട് ഈ പാവം പെൺകുട്ടി പേടിച്ചു പോയി. അന്ന് തൊട്ട് അവൾക്ക് നല്ല പനി ഉണ്ടായിരുന്നു. ഡോക്ടർമാർ വന്ന് പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. അമ്മയായിട്ടുള്ള ഉമ്മയോട് നിഡ് പ്രേതത്തെ കാണുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉമ്മ എന്ന് പറയുന്ന ഈ ഒരു യജമാനത്തിയാകട്ടെ പുള്ളിക്കാരിയുടെ ഒരു ബുക്കിൽ നിന്നും ആരുടെയൊക്കെയോ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു നോക്കുന്നുണ്ട്. കുറച്ച് ദിവസത്തിന് ശേഷം ജോയ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് ജോലിക്കാരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഉയർന്ന ശമ്പളമാണ് നീരജിന്റെ ഫാമിലി ഇപ്പോ ഓഫർ ചെയ്തിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ജോയ് ഇപ്പോ ഈ ഒരു ആഡംബര വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ കാർ ഡ്രൈവർ അവളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ജോലിക്കാരികളുടെ ഹെഡ് ആയിട്ടുള്ള വാനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ വീട് കണ്ടിട്ട് നമ്മുടെ ജോയ് ആകട്ടെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. വാൻ അപ്പോ അവളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് നിഡ് എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ നോക്കുന്നതാണ്. അവൾക്ക് കറക്റ്റായിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കണം, അവളെ കിടത്തി ഉറക്കണം. പിന്നെ മറ്റുള്ളവരുടെ ഒരു കാര്യത്തിലും നീ തലയിടാനായിട്ട് പോകരുത്, പ്രത്യേകിച്ച് യജമാനത്തിയുടെയും യജമാനന്റെയും. ഇപ്പോഴിതാ നിഡിന്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. നിഡിനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. നിഡ് എപ്പോഴും ഒരു ശാന്ത സ്വഭാവക്കാരിയാണ്. അതായത് അവൾ അധികം സംസാരിക്കൊന്നുമില്ല. വീടിന് പുറത്തിറങ്ങിയിട്ട് തന്നെ ഒരുപാട് നാളായി. വീട് മൊത്തം കാണിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ജോയിയെ മറ്റൊരു ഔട്ട് ഹൗസിലേക്കാണ് ഇപ്പൊ ഡ്രൈവർ കൊണ്ടുപോകുന്നത്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് വാൻ വീണ്ടും ജോയിയോട് ചോദിക്കുന്നുണ്ട്. ശേഷം കാറിൽ കയറിയിട്ട് ആ ഒരു വീട്ടിലേക്കാണ് ഇപ്പൊ അവര് പോകുന്നത്. അവിടെ അവൾ ഒറ്റയ്ക്കാണ്. അതായത് നമ്മുടെ ജോയി ഒറ്റയ്ക്കാണ് താമസം. അതും ഒരുമാതിരി പ്രേതാലയം പോലുള്ള ഒരു വീടായിരുന്നു. അതിരാവിലെ തന്നെ നീ റെഡി ആയിക്കോണം, ഞാൻ വിളിക്കാനായിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് കാർ ഡ്രൈവർ ആയിട്ടുള്ള ജബ്ബാർ ഇപ്പൊ അവിടെ നിന്നും പോകുന്നു. ജോയി ആണെന്നുണ്ടെങ്കിൽ ആകെ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. അവൾക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നാളെ അവൾക്ക് ധരിക്കേണ്ട വേലക്കാരിയുടെ കുപ്പായം വരെ അത് അവളെടുത്തിട്ട് ഇപ്പൊ കണ്ണാടിയിൽ നോക്കുകയാണ്, ഇതെനിക്ക് ചേരുന്നുണ്ടോന്നൊക്കെ. പക്ഷെ കണ്ണാടിയിലായിട്ട് ഇവളുടെ പുറകില് ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ആ സ്റ്റെയർ കേസിലൂടെ ഒരു പ്രേതം ഇങ്ങനെ ചുമ്മാ എഴഞ്ഞെഴഞ്ഞ് മുകളിലേക്ക് കയറി പോകുന്നത് അവൾ കാണാണ്. അവളാകെ പേടിച്ചു വിറച്ചു. എന്നാലും ധൈര്യം സംഭരിച്ചുകൊണ്ട് കുറച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് അവളും ആ ഒരു സ്റ്റെയർ കേസിലേക്ക് കയറി പോവാണ്. മുഴുവൻ സ്റ്റെയർ കേസും കയറിയിട്ട് അകത്തേക്കൊന്നും അവള് പോയില്ല. അവിടെ തന്നെ നിന്നിട്ട് അവൾ നോക്കിയപ്പോ ഒരു വേലക്കാരിയുടെ രൂപത്തിലുള്ള ഒരു പ്രേതത്തെയാണ് അവൾക്കിപ്പോ കാണാനായിട്ട് സാധിക്കുന്നത്. അവൾ ഒന്നും കാര്യമാക്കാതെ പതിയെ താഴേക്ക് തന്നെ ഇറങ്ങി വന്നു. എന്നിട്ട് അവൾ ബെഡിൽ കിടന്നിട്ട് കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അതായത് അവൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജോലിക്കായിട്ട് വരുന്നതിന് മുമ്പ് അവളുടെ കൂട്ടുകാരെ അടുത്ത് സംസാരിക്കുകയാണ്. കൂട്ടുകാരി അപ്പൊ ചോദിക്കുന്നുണ്ട്, നീ ഒരു വേലക്കാരിയായിട്ടാണ് പോകുന്നത്, അവിടെ നല്ല ശമ്പളമൊക്കെ ഉണ്ടല്ലേ? അങ്ങനെ പല കാര്യങ്ങളും അവർ സംസാരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് അവൾ ജോലി ചെയ്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗൃഹനാഥൻ നമ്മുടെ ജോയിയെ കയറി പിടിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. അതെല്ലാം തന്നെ അവളിപ്പോ ഒരു സ്വപ്ന രൂപത്തിൽ കാണുന്നുണ്ട്. രാവിലെ അവൾ ഞെട്ടി എഴുന്നേൽക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ ജോയ് ആദ്യമായിട്ട് ഇപ്പൊ യജമാനത്തിയായിട്ടുള്ള ഉമയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അവൾ സ്വയം പരിചയപ്പെടുത്തി. ഇതിനു മുമ്പ് നീ എവിടെ നിന്നിരുന്നേ, എന്തുകൊണ്ടാണ്
എന്തുകൊണ്ടാ അവിടെ നിന്നും മാറിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടുത്തെ യജമാനനും യജമാനത്തെയും വീട് വിറ്റുപോയി, അതുകൊണ്ടാണ് ഞാൻ പുതിയ ജോലി നോക്കിയത്. യജമാനത്തിയായിട്ടുള്ള ഉമ്മയാകട്ടെ വലിയ മൈൻഡ് ഒന്നും നമ്മുടെ ജോയ്ക്ക് കൊടുക്കുന്നില്ല. ജോയ് അങ്ങനെ പണി തുടങ്ങി. മറ്റൊന്നുമല്ല പണി, നിഡിനെ നോക്കുക, മുടങ്ങാതെ അവളുടെ മരുന്നുകളൊക്കെ അവളെ കൊണ്ട് കഴിപ്പിക്കുക, ശേഷം അവളെ രാത്രിയാകുമ്പോൾ കിടത്തി ഉറക്കുക പാട്ടൊക്കെ പാടിയിട്ട്. പണ്ട് ചേച്ചി തനിക്ക് പാടി തന്നിട്ടുണ്ടായിരുന്ന പാട്ട് ജോയ് ഇപ്പോ നമ്മുടെ നിഡിന് പാടിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിഡ് ഇപ്പൊ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. നിഡിന്റെ ദേഹത്ത് പുതപ്പൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ജോയ് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പുറകില് ആരോ നിൽക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നു. പെട്ടെന്ന് അവള് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും തന്നെയില്ല. ഒരു വേലക്കാരിയുടെ വസ്ത്രം ധരിച്ച ഒരു പ്രേതമായിരുന്നു അത്. നിഡിന്റെ വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇപ്പൊ അവള് വാഷ് ചെയ്യാനായിട്ട് വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന റൂമിലേക്ക് പോവുകയാണ്. പക്ഷെ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് നീരജ് എന്ന് പറയുന്ന യജമാനൻ കടന്നു വരുന്നത്. രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടുന്നു. നീയാണോ പുതിയ വേലക്കാരി? എന്താ നിന്റെ പേര്? ജോയ് എന്ന് അവൾ പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ മുതലാളി ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നു. വാനും ജോയി മാത്രമല്ല അവിടുത്തെ വേലക്കാരിയായിട്ടുള്ളത്, ഒരാൾ കൂടിയുണ്ട്. ഖദീജ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. ആളിച്ചിരി ഇളക്കമുള്ള ടൈപ്പാണ്. ഇതിനു മുമ്പത്തെ ജോലിക്കാരി എന്താ പോകാൻ കാരണം എന്ന് ഇപ്പൊ നമ്മുടെ ജോയി ഖദീജയോട് ചോദിച്ചു. ഖദീജ ആകട്ടെ എല്ലാം വെട്ടി തുറന്നു പറയുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ അവള് അത് പറയാൻ ആരംഭിച്ചപ്പോ തന്നെ വാൻ അവിടെ പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ വഴക്ക് പറയുന്നു. ഇപ്പോഴിതാ യജമാനത്തെയും യജമാനനും എല്ലാവരും കൂടി ചേർന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജോയി ആണ് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് വരുന്നത്. ഇവിടെ നല്ല രീതിയിലൊക്കെ സെർവ് ചെയ്തെന്ന് കാണുമ്പോൾ തന്നെ യജമാനും യജമാനത്തിക്കും സന്തോഷമാകുന്നു. ഇത് നമ്മുടെ വാൻ എന്ന് പറയുന്ന മൂത്ത വേലക്കാരിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോ നിഡിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജോയി. എന്തോ ഒന്ന് കണ്ട് നമ്മുടെ നിഡാകെ പേടിച്ച് വിറയ്ക്കുന്നത് ഇപ്പൊ ജോയ് കാണുന്നു. അവൾ അങ്ങനെ അവിടുത്തെ ഡോറൊക്കെ അടച്ച് തിരിച്ചു വന്നപ്പോ കണ്ണാടിയിലായിട്ട് ഇവരുടെ പുറകിലായി ഒരു പ്രേതം ഇവരെ തന്നെ തുറിച്ചു നോക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോ അത് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ കുളിയൊക്കെ പൂർത്തിയാക്കിയിട്ട് ഇപ്പൊ നമ്മുടെ നിഡിന് കഥ പറഞ്ഞു കൊടുക്കുകയാണ് ജോയ്. നിഡിനോട് അപ്പൊ നമ്മുടെ ജോയ് ചോദിക്കുന്നുണ്ട്, മോളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണാറുണ്ടോന്ന്? ഞാൻ എപ്പോഴും കാണാറുണ്ട് ആന്റി എന്നാണ് നിഡ് പറയുന്നത്. രണ്ട് സഹോദരികൾ തമ്മിൽ പിരിഞ്ഞ കഥയാണ് ഇപ്പൊ നിഡിനായിട്ട് ജോയ് പറഞ്ഞു കൊടുത്തത്. അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവൾക്ക് അവളുടെ സഹോദരിയായിട്ടുള്ള പ്ലോയെ ഓർമ്മ വരുന്നു. പതിവ് പോലെ നിഡ് കിടന്നുറങ്ങി. പെട്ടെന്നാണ് അവളുടെ ഫ്രണ്ടിലേക്ക് ആ ഒരു പ്രേതം വന്ന് അവളെ തന്നെ തുറിച്ചു നോക്കുന്നത്. പാവൻ നിഡാകട്ടെ പേടിച്ചു വിറച്ചു. അന്ന് രാത്രി ഹാളിൽ ഇരിക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു ബുക്കിലേക്കാണ് നമ്മുടെ ജോയിയുടെ ശ്രദ്ധ പോകുന്നത്. അവൾ അത് എടുത്തു നോക്കി. അതിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ട് അവൾ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. മാത്രമല്ല ആ ഷെൽഫിൽ നിന്ന് ഇപ്പൊ ഒരു പ്രേതം അവളെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ ജോയി ആണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. നേരെ പോയത് നിഡിന്റെ റൂമിലേക്കാണ്. നിഡ് ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരാനായിട്ട് നിൽക്കുമ്പോഴേക്കും ആ ഒരു ഡോർ അടയുന്നു. നിഡും പ്രേതവും ഇപ്പോ ആ മുറിക്കകത്താണ്. പെട്ടെന്ന് ജോയിയെ പേടിപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഡോറിന് ഫ്രണ്ടിലായിട്ട് ആ പ്രേതം വന്നു. പിന്നീട് നമ്മുടെ ജോയി നോക്കുമ്പോൾ അവളുടെ പുറകിലായിട്ടാണ് ഇപ്പൊ നിഡ് നിൽക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ യജമാനത്തിയായിട്ടുള്ള ഉമ്മയോട് ജോയി തുറന്നു പറഞ്ഞു. ആ ബുക്കിൽ നിന്ന് കിട്ടിയ ഫോട്ടോ ഇപ്പോ ഉമ്മ എന്ന് പറയുന്ന യജമാനത്തിക്ക് ജോയി കാണിച്ചു കൊടുക്കുന്നു. ഇതേ രൂപത്തിലുള്ള പ്രേതത്തെയാണ് ഞാൻ കണ്ടത്. ശരി ശരി, നീ നിന്റെ പണി തുടർന്നോളൂ എന്ന് ജോയിയുടെ അടുത്ത് ഉമ്മ പറയുന്നു. ഉമ്മയാകട്ടെ ആ ഫോട്ടോ നോക്കി പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ്. ഇതിനു മുമ്പ് ഇവിടെ ജോലി നോക്കിയിരുന്ന വേലക്കാരിയായിരുന്നു പ്ലോയ്. ഭർത്താവായിട്ടുള്ള നീരജിന് എപ്പോഴും തിരക്കാണ്. ബിസിനസ്, കച്ചവടം, അങ്ങനെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. ഉമ്മയോട് നല്ല രീതിയിലായിരുന്നു പ്ലോയ് എപ്പോഴും പെരുമാറിയിരുന്നത്. പെട്ടെന്നത് വലിയൊരു സൗഹൃദത്തിലേക്ക് വഴിവെച്ചു. നീരജിനാകട്ടെ ഭാര്യയായിട്ടുള്ള ഉമ്മയുടെ ഒരു കാര്യവും ശ്രദ്ധിക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല. മറുവശത്ത് ഇതെല്ലാം മനസ്സിലാക്കിയ പ്ലോയ് എന്ന് പറയുന്ന വേലക്കാരിയാകട്ടെ തന്റെ യജമാനത്തിയുമായി സൗഹൃദത്തിനപ്പുറമായി ശരീരവും പങ്കിടുകയാണ്. ഈ വീട്ടിലെല്ലാവർക്കും അതൊരു പരസ്യമായിട്ടുള്ള രഹസ്യമായിരുന്നു. കിച്ചണിലെത്തിയ ജോയ് വീണ്ടും വാന്റെ അടുത്ത് ചോദിച്ചു, ഇതിനു മുമ്പുണ്ടായിരുന്ന ലേഡി എന്തുകൊണ്ടാണ് ഇവിടുന്ന് ജോലിയൊക്കെ മതിയാക്കി പോയത്? നീ മറ്റുള്ളവരുടെ കാര്യം തിരക്കണ്ട, ഞാൻ നീ വന്നപ്പോഴേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ജോയിയെ വാൻ വഴക്കു പറയുകയാണ്. ഖദീജയോട് ചോദിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അവളും ഒന്നും തുറന്നു പറഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ഡ്രൈവർ ആയിട്ടുള്ള ജബ്ബാറിന്റെ അടുത്ത് ജോയ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ജബ്ബാർ അവിടെയും ഇവിടെയും ടച്ച് ചെയ്യാതെ കുറച്ച് കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞു. സൗഹൃദത്തിന് അപ്പുറമായിട്ട് ഉമ്മ യജമാനത്തിയും പ്ലോയും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് എനിക്കും വ്യക്തമായിട്ട് അറിയില്ല എന്നും പറഞ്ഞ് ജബ്ബാർ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഇതൊക്കെ കഴിഞ്ഞ് നിഡിന്റെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ജോയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങോട്ടേക്ക് ഉമ്മ യജമാനത്തി വന്നിട്ട് നിഡിനെ വഴക്കു പറയുന്നതാണ്. മേലാൽ നീ ചിത്രം വരച്ചു പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മ അവിടെ നിന്നും പോകുന്നു. റൂമിലേക്ക് കയറിയ നിഡിനെ ഇപ്പൊ നമ്മുടെ ജോയ് സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് അവൾ വരച്ച ഫോട്ടോകളൊക്കെ ഇപ്പൊ നമ്മുടെ ജോയ് നോക്കുന്നു. വീണ്ടും അവളുടെ പുറകിലായിട്ട്
അടുത്തായിട്ട് ആരോ ഉണ്ടെന്നുള്ള തോന്നല് നമ്മുടെ ജോയ്ക്ക് വരികയാണ്. പെട്ടെന്ന് അവള് തിരിഞ്ഞു നോക്കുന്നു, പക്ഷെ ആരെയും കാണാനില്ല. ഇതെല്ലാം കഴിഞ്ഞ് ജോയി ആകട്ടെ ഇപ്പൊ ഉമ്മ യജമാനത്തിയുടെ മുറിക്കരികിൽ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരി എന്തോ ലെറ്റേഴ്സും ഫോട്ടോകളൊക്കെ നോക്കുകയായിരുന്നു. ഉമ്മ യജമാനത്തി അവിടെ നിന്ന് പോയ തക്കത്തിന് നമ്മുടെ ജോയി ആകട്ടെ ആ ഒരു ഡ്രോയറിൽ നിന്നും ആ ഒരു ലെറ്റർ എടുക്കുന്നു. അതിൽ നിന്നും അവൾക്കൊരു കാര്യം വ്യക്തമാകുന്നു. എന്തോ വലിയ രഹസ്യമാണ് ഇപ്പൊ നമ്മുടെ ജോയ്ക്ക് മനസ്സിലായിരിക്കുന്നത്. അതിന്റെ ഹാങ് ഓവറിൽ ഇപ്പൊ അറിയാതെ യജമാനായിട്ടുള്ള നീരജിന്റെ റൂമിലേക്ക് അവൾ കയറി ചെന്നു. പെട്ടെന്ന് അയ്യോ സോറി സാർ എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. എപ്പോഴും തിരക്കിലാണ് നമ്മുടെ നീരജ്. അവനിപ്പോ ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പ്ലോയ് എന്ന് പറയുന്ന വേലക്കാരി വരുന്നു. പ്ലോയിയോട് നമ്മുടെ നീരജിന് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ഫാമിലി ഫംഗ്ഷൻ ആണ്. ഒരുപാട് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് ഉമ്മയ്ക്കും നീരജിനും ഇതുവരെ എന്താ കുട്ടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്യൂ. നീരജ് ഇക്കാര്യം തന്റെ ഭാര്യയായിട്ടുള്ള ഉമ്മയോട് പറഞ്ഞു. പക്ഷെ ഉമ്മയ്ക്ക് അതില് യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം നമ്മുടെ നീരജാകട്ടെ ഒറ്റയ്ക്കിരുന്ന് ചെസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വേലക്കാരിയായിട്ടുള്ള പ്ലോയ് വരുന്നത്. പ്ലോയുടെ സൗന്ദര്യം കണ്ട് ആകർഷണനായ നീരജാകട്ടെ ഇപ്പോ അവളെ കടന്നു പിടിക്കുന്നു. ശേഷം രണ്ടുപേരും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ നീരജ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഓർക്കുന്നത്. അന്ന് രാത്രി പതിവ് പോലെ നിഡിനെ ഉറക്കാനായിട്ട് ഇപ്പൊ ജോയ് വന്നിരിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ പുറകിലായിട്ട് ആ പ്രേതം വന്ന് അവളുടെ തോൾ പിടിച്ച് ഓരോരോ വിഷൻസ് കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് ഈ ഒരു വീട്ടില് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആദ്യത്തെ വിഷൻ മറ്റൊന്നുമല്ല, ഇപ്പൊ പ്ലോയ് ഗർഭിണിയായിരിക്കുകയാണ്. ഈ വിവരം യജമാനായിട്ടുള്ള നീരജിന്റെ അടുത്ത് അവൾ വന്ന് പറയുന്നു. നീരജാകട്ടെ ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് ഇപ്പൊ പ്ലോയിയെ കെട്ടിപ്പിടിക്കുന്നു. പെട്ടെന്ന് പ്രേതം വീണ്ടും വന്ന് നമ്മുടെ ജോയ്ക്ക് മറ്റൊരു വിഷൻ കാണിച്ചു കൊടുക്കുന്നു. നീരജിന്റെ കുട്ടിയാണ് പ്ലോയിയുടെ വയറ്റില് വളരുന്നതെന്ന് അറിഞ്ഞിട്ടും ഉമ്മയ്ക്ക് യാതൊരുവിധ കൂസലുമില്ല. മാസങ്ങളും ദിവസങ്ങളും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഘട്ടം ഘട്ടമായി പല വിഷൻസ് ഇപ്പൊ ആ ഒരു പ്രേതം കാണിച്ചു കൊടുക്കുകയാണ്. ഒടുവില് പ്ലോയ് പ്രസവിച്ചു. ആ കുട്ടിയാണ് നമ്മുടെ നിഡ്. അവസാനമായിട്ട് ഒരു വിഷൻ കൂടി ഈ ഒരു പ്രേതം കാണിച്ചു കൊടുക്കുകയാണ്. മറ്റൊന്നുമല്ല, ബാത്റൂമില് ഒരു ദിവസം പ്ലോയ് കാൽ വഴുതി വീഴുകയാണ്. പെട്ടെന്ന് തലയിടിച്ച് ആണ് വീണത്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല രീതിയിലുള്ള രക്തസ്രാവവും മറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഉമ്മ എന്ന് പറയുന്ന ഈ യജമാനത്തി അവളെ മൈൻഡ് പോലും ചെയ്യാതെ ആ ഒരു ഡോറ് അടച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരാരും തന്നെ ഇതറിഞ്ഞില്ല. ഉമ്മയ്ക്ക് തന്റെ ഭർത്താവ് പ്ലോയുമായിട്ട് നല്ല രീതിയിൽ പെരുമാറുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഉമ്മ. ജോലിക്കാരും മറ്റും പ്ലോയെ കണ്ടെത്തിയപ്പോഴേക്കും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ ഒരു വീട്ടുവളപ്പിൽ തന്നെ നമ്മുടെ പ്ലോയെ അടക്കം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. യജമാനനോടും യജമാനത്തിയോടും അത്രയ്ക്കും വിശ്വാസവും അതുപോലെ തന്നെ ആദരവുമുള്ള ജോലിക്കാരായിരുന്നു അവരൊക്കെ. എല്ലാവരും ഒരുപോലെ അവർക്ക് കൂട്ടുനിന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജോയി ആകട്ടെ ഇപ്പൊ കരയുകയാണ്. മറ്റൊരു കാര്യം കൂടി അന്നത്തെ ദിവസം സംഭവിച്ചു. അന്ന് രാത്രി അവളെ കുഴിച്ചിടുമ്പോൾ ആ ഒരു കവർ അനങ്ങുന്നുണ്ടായിരുന്നു. അതായത് പ്ലോയ്ക്ക് ജീവനുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമാക്കാതെയാണ് ഇവര് അവളെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തില് നമ്മുടെ പ്ലോയിയുടെ പ്രേതമാണ് ഇപ്പൊ ആ ഒരു വീട്ടിലുള്ളത്. പ്ലോയെ ജീവനോടെ കുഴിച്ചിടുന്നത് കണ്ടിട്ടും ഉമ അത് കണ്ടില്ലെന്ന് നടിച്ച മട്ടാണ്. ആ ഒരു വിഷയം കാണുമ്പോ തന്നെ ജോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ആയപ്പോ പ്ലോയെ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ഇരിക്കുകയാണ് ജോയ്. യജമാനത്തിയായിട്ടുള്ള ഉമ്മയാകട്ടെ അടുത്തിടെ നടക്കാനായിട്ട് പോകുന്ന ഫംഗ്ഷൻ ഇടാനുള്ള എല്ലാവിധ ആഭരണങ്ങളും അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജോയിയാണ്. അവളിപ്പോ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. അതായത് ഈ ഒരു വീട്ടിലേക്ക് വരുന്നതിനായിട്ട് അവള് അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ ആണ് ഇപ്പൊ കാണിക്കുന്നത്. അതിൽ ഇവള് പറയുന്നുണ്ട്, അവിടുത്തെ യജമാനത്തെയും വീട് വിറ്റ് പോയത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ജോലിക്ക് ഇവിടേക്ക് വരേണ്ടതായി വന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവിടുത്തെ യജമാനെയും യജമാനത്തെയും തീർത്തതിന് ശേഷമാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഈ വീട്ടിലേക്ക് വന്നതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശവും ജോയിക്കുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം. ഇപ്പോഴിതാ നമ്മുടെ യജമാനത്തിയായിട്ടുള്ള ഉമ്മ അണിഞ്ഞൊരുങ്ങി പാർട്ടിക്ക് തയ്യാറെടുക്കുകയാണ്. പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് പണക്കാരും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരും അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു. ഉമ്മയും ഭർത്താവായിട്ടുള്ള നീരജും കൂടി ചേർന്ന് എല്ലാ ഗസ്റ്റുകളെയും ഇപ്പോൾ സൽക്കരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ജബ്ബാറുമൊത്ത് നമ്മുടെ ജോയും വന്നിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പ്ലോയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജോയ് ചോദിച്ചതിന് ശേഷം ഇല്ല എന്ന് ജബ്ബാർ പറഞ്ഞ ഉടനെ തന്നെ ഒരു കവർ ഉപയോഗിച്ച് ജബ്ബാറിനെ ഉടൻ തന്നെ അവൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു. ശേഷമാണ് അവൾ ഈ ഒരു വീടിനകത്തേക്ക് കയറി പോകുന്നത്. വേലക്കാരി
വേലക്കാരികളായ ഖദീജയും വാനും ആകട്ടെ ഇപ്പൊ പണിയിൽ മുഴുകിയിരിക്കുകയാണ്. പാർട്ടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നാണ് യജമാനത്തിയായിട്ടുള്ള ഉമ്മ വാനോട് പറയുന്നത്. ഇതേ സമയം നീരജ് നമ്മുടെ ഉമ്മയോട് ഒരു കാര്യം വന്ന് പറയുകയാണ്. എനിക്ക് കുറച്ച് ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്, ഞാൻ മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ്, ഗസ്റ്റുകളൊക്കെ നീ നോക്കണം എന്ന് ഏൽപ്പിച്ച് അവിടെ നിന്നും നീരജ് പോകുന്നു. മറുവശത്ത് ഖദീജയെ ഇപ്പോ കെട്ടിയിട്ടിരിക്കുകയാണ് നമ്മുടെ ജോയ്. എന്നിട്ട് പല രീതിയിലുള്ള കത്തികൾ കാണിച്ചിട്ട്, ഇത് മതിയോ നിന്നെ കൊല്ലാനായിട്ട്, അതോ ഇതായാലോ, നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ, നിനക്കൊരു പ്ലോയി അറിയുമോ, ഇവിടെ പണ്ടുണ്ടായിരുന്ന വേലക്കാരി. മറുവശത്ത് ജബ്ബാറിനെ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്ന വാന് കാണാനായിട്ട് സാധിക്കുന്നത് കാറിനുള്ളിൽ ചത്തു കിടക്കുന്ന ജബ്ബാറിനെയാണ്. സംഗതി എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ അങ്ങോട്ടേക്ക് അപ്പോൾ തന്നെ നമ്മുടെ ജോയ് വന്നിട്ട് വാനിന്റെയും കഥ കഴിക്കുന്നു. ഇപ്പോഴിതാ ഉമ്മയെ പോലും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ജോയ് എല്ലാ അതിഥികൾക്കും എന്തൊക്കെയോ വൈനും മറ്റൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഉമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവള് കൊള്ളാലോ എന്നുള്ളൊരു മനസ്ഥിതിയാണ്. അടുത്തതായിട്ട് നമ്മുടെ ജോയ് പോകുന്നത് അടുക്കളയിലേക്കാണ്. എന്നിട്ട് നമ്മുടെ ഖദീജയുടെ കഥ കഴിക്കാനായിട്ട് പോവുകയാണ്. അവളിപ്പോ ഒരു കവർ കൊണ്ടുള്ള ഒരു കോട്ടൊക്കെ എടുത്തിടുന്നുണ്ട്. രക്തം ചീന്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ദേഹത്ത്, അതായത് വേലക്കാരിയുടെ യൂണിഫോമിൽ ആവാനായിട്ട് പാടില്ലല്ലോ. ഓരോ കത്തി കാണിച്ചിട്ട് ഇതായാലോ അതോ ഇത് മതിയോ എന്നൊക്കെ ചോദിച്ച് ഒരു സൈക്കോയെ പോലെ അവൾ ഖദീജയെ അങ്ങോട്ട് ഇല്ലാതാക്കുകയാണ്. ഇതൊന്നും അറിയാതെ പാർട്ടി ഇവിടെ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് നമ്മുടെ ജോയി ആകട്ടെ കണ്ണാടി നോക്കിയിട്ട് അവളുടെ മുഖത്തുണ്ടായിരുന്ന ചോരകളൊക്കെ നല്ല സന്തോഷത്തോടു കൂടി തുടച്ചു മാറ്റുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ തന്നെ ഈ ഒരു യജമാനത്തിയായിട്ടുള്ള ഉമ്മ നമ്മുടെ ജോയിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് നീ ഗസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ നോക്കണം, എനിക്ക് ചെറുതായിട്ടൊന്ന് മയങ്ങണം എന്നൊക്കെ പറഞ്ഞ് അവൾ മുകളിലത്തെ നിലയിലേക്ക് കയറി പോകുന്നു. ഉമ്മയാകട്ടെ കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ എടുത്തു നോക്കുന്നുണ്ട്. അതിൽ നിന്നും അവൾക്ക് ഒരു കാര്യം വ്യക്തമാകുന്നു. മറുവശത്ത് നിഡ് കിടന്നുറങ്ങുന്ന റൂമിലേക്ക് പോയിട്ട് നമ്മുടെ ജോയി ആകട്ടെ അവളുടെ ചെവിയിൽ ഒരു ഹെഡ്ഫോൺ ഒക്കെ വെച്ചു കൊടുക്കുന്നു. ഇതേ സമയം പാർട്ടി നടക്കുന്ന സ്ഥലത്താകട്ടെ അതിഥികളൊക്കെ രക്തം ഛർദ്ദിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇപ്പോ നമ്മുടെ ജോയി ഓടിയെത്തുന്നു. എന്നിട്ട് പാർട്ടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കൊലവെറിയോടുകൂടി തീർത്തു കളയുന്നു. അതിനുശേഷം അവൾ നേരെ പോകുന്നത് യജമാനത്തിയായിട്ടുള്ള നമ്മുടെ ഉമ്മയുടെ അടുത്തേക്കാണ്. ഇതിനോടകം തന്നെ നമ്മുടെ ഉമ്മയ്ക്ക് ആരാണ് ജോയ് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ മരിച്ചുപോയ പ്ലോയിയുടെ അനിയത്തിയാണ് ജോയ്. ഉമ്മയ്ക്ക് കുടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കള്ളിലും അവള് വിഷം കലക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഉമ്മ മരിക്കാനായിട്ട് പോവുകയാണ്. ജോയിയെ കീഴ്പ്പെടുത്താനായിട്ട് 18 അടവും ഉമ്മ പയറ്റി നോക്കി. പക്ഷെ ജോയ് വിട്ടുകൊടുത്തില്ല, അവളെ തീർത്തു കളഞ്ഞു. എന്റെ ചേച്ചിയോട് ചെയ്ത ദ്രോഹത്തിന് ഞാൻ ഇത്രയെങ്കിലും നിന്നോട് ചെയ്യണ്ടേ എന്നാണ് ഇപ്പൊ മരിക്കുന്നതിന് മുമ്പായിട്ട് ജോയ് ഉമ്മ എന്ന് പറയുന്ന ആ ഒരു യജമാനത്തിയോട് ചോദിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മുകളിലത്തെ നിലയിലേക്ക് പോയിട്ടുണ്ടായിരുന്ന യജമാനനായിട്ടുള്ള നീരജിനെയാണ്. അവനിപ്പോ എന്തോ ഒരു ബിസിനസ് മീറ്റിങ്ങും മറ്റൊക്കെ കഴിഞ്ഞിട്ട് കള്ളം കുടിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തൊണ്ട പൊട്ടുന്നത് പോലെ അവന് തോന്നുന്നത്. സ്റ്റെയർകേഴ്സ് ഇറങ്ങി താഴേക്ക് വന്ന് നോക്കുമ്പോൾ അതിഥികൾ എല്ലാവരും തന്നെ മരിച്ചു കിടക്കുന്നു. വെളിയിലുണ്ടായിരുന്ന കാറ് മൊത്തം കത്തിപ്പോയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഒരെത്തും പിടിയും നമ്മുടെ നീരജിന് കിട്ടുന്നില്ല. അവൻ അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ജോയ് ഒരു കത്തിയും പിടിച്ച് അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് അവനെയും തീർത്തു കളയുന്നു. ശേഷം അവൾ വീണ്ടും വീട്ടിനകത്തേക്ക് കയറിയിട്ട് തന്റെ ചേച്ചിയുടെ കുഞ്ഞായിട്ടുള്ള നിഡിനെയും കൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഇങ്ങനെ ഒരു സീന് കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.